അലൈക്കും. അപ്പോൾ ഇന്ന് കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ നല്ലൊരു അടിപൊളി ഒരു ന്യൂട്രല്ലയുടെ റെസിപ്പിയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കിന്നൊരു ആപ്പ് പരിചയപ്പെടാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആപ്പാണ്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും എൻജുവടി. അപ്പോൾ അത് ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ മോളെ സ്കൂളിൽ ചേർത്താനായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ. പക്ഷേ ലോക്ക്ഡൗണും ഒക്കെ കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ സ്കൂളിൽ ചേർത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിന് പകരമായിട്ട് സ്കൂളിൽ ചേർത്താത്തിൻ്റെ പകരമായിട്ടല്ല, തൽക്കാലം ഒക്കെ കുറച്ച് അക്ഷരങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിലൊരു എൻജുവടി എന്നുള്ളൊരു ആപ്പുണ്ട്. നല്ലൊരു ആപ്പാണ്, കുട്ടികൾക്ക് കണ്ട് പഠിക്കാൻ പറ്റിയൊരു ആപ്പാണ്. അപ്പോൾ പറ്റുന്നവരാക്കൊന്ന് ഡൗൺലോഡ് ചെയ്യൂ. അപ്പോൾ ഞാൻ അത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ എൻജുവടി നടിച്ചു കൊടുത്താൽ ഇത് ഓപ്പൺ ആവും. എൻജുവടി മലയാളം നടിച്ചു കൊടുത്താൽ മതി, ഓപ്പൺ ആവും. അതിൽ അക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ എല്ലാം അതുകൊണ്ട്. പിന്നെ അതിൻ്റെ പ്രൊണൗൺസിയേഷനും കറക്റ്റ് പറയുന്നുണ്ട്. പിന്നെ എല്ലാത്തിൻ്റെയും പിക്ചർ കാണിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അത് നന്നായിട്ട് മനസ്സിലാവും. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പിക്ചർ കണ്ട് പഠിക്കുമ്പോൾ ഒക്കെ നന്നായിട്ട് മനസ്സിലാവും. പെട്ടെന്ന് അവർ ക്യാച്ച് ചെയ്യും. അപ്പോൾ കുട്ടികൾക്ക് പറ്റുകയാണെങ്കിൽ ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കൂ. അപ്പോൾ പെട്ടെന്ന് പഠിക്കും. കുറച്ച് ഇൻട്രസ്റ്റിങ്ങും ആണ്. ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള കാണുമ്പോൾ അവർക്ക് ബുക്കിൽ നോക്കി പഠിക്കുന്ന ആ ഒരു ഫീലും കിട്ടും. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവർക്കത് പെട്ടെന്ന് പഠിക്കാനും പറ്റും. പിന്നെ ആ ഒരു ആപ്പിൽ എഴുതി പഠിക്കാനും വരച്ച് പഠിക്കാനൊക്കെ ഉള്ള ഒരുപാട് ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പഠിച്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഞങ്ങൾ ന്യൂട്ടല്ല ഉണ്ടാക്കാൻ പോവുകയാണ്. ന്യൂട്ടല്ല എന്ന് പറയാൻ പറ്റില്ല, ന്യൂട്ടല്ലയുടെ ഒരു അപരം എന്ന് പറയാം. നമുക്ക് ഒരു ചോക്ലേറ്റ് സ്പ്രെഡ് അത്രേ പറയാൻ പറ്റുള്ളൂ. ന്യൂട്ടല്ലയുടെ സെയിം ടേസ്റ്റ് എന്നൊക്കെ എല്ലാവരും പറയുന്ന പോലെ എനിക്ക് പറയാൻ പറ്റില്ല. സെയിം ടേസ്റ്റ് ഒന്ന് എക്സാക്റ്റ് ടേസ്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും ഏറെക്കുറെ നമുക്ക് ഒപ്പിക്കാം. ഒരു 80% 85% ഒക്കെ നമുക്ക് ഏറെക്കുറെ ഒപ്പിക്കാം, അത്രേ പറയാൻ പറ്റുള്ളൂ. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒറിജിനലായിട്ട് ഹേസൽനട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ അത് കുറച്ച് കോസ്റ്റ്ലിയാണ്, എല്ലാവർക്കും അഫോർഡബിൾ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്കിവിടെ ഞാൻ കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് ചിക്ക് പീസോ അങ്ങനെ ഏതും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നട്ട്സും കൂടെ ഇട്ടിട്ടുണ്ട്. ബദാമും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ചിക്ക് പീസ് അല്ലെങ്കിൽ ബദാം അല്ലെങ്കിൽ പിന്നെ നമ്മൾ നിലക്കടല ഏതും യൂസ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടും എനിക്ക് പ്രശ്നമൊന്നും തോന്നിയില്ല, ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ കടലപ്പരിപ്പും കാഷ്യൂനട്ട്സും കൂടെ നന്നായിട്ടൊന്ന് വറുത്തിട്ടുണ്ട്. കരിയാതെ വറുക്കണം. നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൗഡർ ആക്കി എടുക്കണം. തരി ഉണ്ടാവരുത്, നല്ലോണം പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. 2-3 പ്രാവശ്യം നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ട് പൊടിച്ചെടുക്കണം. തരി ഉണ്ടാവരുത്, നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ അതാ കണ്ടില്ലേ, ഈ ഒരു ലെവലിൽ നമ്മൾ പൊടിച്ചെടുക്കണം. എത്ര സ്മൂത്തായിട്ട് പൊടിച്ചിട്ടുണ്ടോ നോക്കിയേ. അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ പൊടിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ കൂടെ ചേർക്കണം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഗീക്ക് പകരമായിട്ട് നമുക്ക് ബട്ടർ യൂസ് ചെയ്യാം കേട്ടോ. ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അത് യൂസ് ചെയ്താലും മതി. അതല്ല ഗീയും ബട്ടറും ഒന്നും ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. ഇതിപ്പോൾ ഞാൻ ആദ്യം 1/4 കപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി മധുരത്തിനനുസരിച്ച് ബാക്കി ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം 1/4 കപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം. കൊക്കോ പൗഡർ അതിന് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഒരു ചോക്ലേറ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഒരിത്തിരി വാനില എസൻസ്. ഒരിത്തിരി എന്ന് പറഞ്ഞാൽ ഒരിത്തിരി മതി. ഒരു 1/8 സ്പൂൺ അത്ര ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടെ ചേർക്കുക. ഒരു നുള്ളുപ്പും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ അതാ നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുത്തു. ഇനി ഒരിത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ പോലെ തന്നെ ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ അതാ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തു. അപ്പോൾ ഇത് മധുരം അത്ര പോരാ. അപ്പോൾ ഞാൻ 1/4 കപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്.
1 കപ്പ് പഞ്ചസാര തരി എടുത്തിട്ട് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് പൊടിച്ചിട്ട് വരുമ്പോൾ 1 കപ്പിനേക്കാൾ കൂടുതൽ ഉണ്ടാകും. ഏകദേശം ഒരു 3/4 കപ്പൊക്കെ പഞ്ചസാര പൊടിച്ചത് ഉണ്ടാവും. അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടെ ഗീ ഒഴിച്ചു കൊടുത്തു. പിന്നെ 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു ലെവലല്ലല്ലോ ന്യൂട്ടല്ല. അപ്പോൾ നമുക്ക് 1/4 കപ്പും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടും. അപ്പോൾ അതാ പിന്നെ നമ്മൾ അടിച്ചെടുത്തപ്പോൾ ഈ ഒരു ലെവലാണ് കിട്ടിയത്. ഇപ്പം നമ്മളെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ അതാ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചപ്പോൾ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കറക്റ്റ് ന്യൂട്രല്ലയുടെ ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കാവും. ഇപ്പോൾ കറക്റ്റാണ്, ഈ ഒരു ലെവൽ മതി നമുക്ക്. ഇനി നമുക്കൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. അപ്പോൾ അതാ ഞാനിവിടെ ന്യൂട്രല്ലയുടെ ജാറ് തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഒന്ന് വെക്കാം. അപ്പോൾ അത് കുറച്ചൊന്ന് സെറ്റായി കിട്ടും. അപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ന്യൂട്രല്ലയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറയും ന്യൂട്രല്ലയുടെ സെയിം ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു സെയിം ടേസ്റ്റ് തോന്നിയിട്ടില്ല. അതൊരു വലിയൊരു ബ്രാൻഡല്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഉണ്ടാക്കിയാൽ എന്തായാലും അത്രയ്ക്ക് എത്തില്ല. അത് 100% ഷുവറാണ്. പിന്നെ നമുക്ക് ഉണ്ടാക്കാം, അത്രയ്ക്ക് എത്തില്ലെങ്കിലും ഓൾമോസ്റ്റ് ടേസ്റ്റൊക്കെ ആക്കാം. അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സെയിം എക്സാക്റ്റ് ടേസ്റ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയൂല. പിന്നെ ന്യൂട്രല്ലൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയല്ലേ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും, അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്